السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. इस ज़माने में अल्लाह ताला ने हज़रत मसीह मौऊद अलैहिस्सलाम को ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ദീനിന്റെ പുനരുജ്ജീവനത്തിനു വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. അദ്ദേഹം നമുക്ക് ദീനിന്റെ അടിസ്ഥാനത്തെ, അതിന്റെ യാഥാർത്ഥ്യത്തെ, അതിന്റെ യഥാർത്ഥത്തിലുള്ള അധ്യാപനങ്ങളെ മനോഹരമാക്കി കാണിച്ചു തന്നു. ബിദ്അത്തുകളും തെറ്റായ രീതികളും ദൂരീകരിക്കാൻ ഉപദേശിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും ഉത്തമ മാതൃകയുടെയും യഥാർത്ഥത്തിലുള്ള മാതൃകയാണ്. ഈ വിധത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃകയും ഒരു മാർഗദീപമാണ്. നാം ഭാഗ്യവാന്മാരാണ്. നമുക്ക് നമ്മുടെ മഹാന്മാരായ പൂർവ്വപിതാക്കളും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കളും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള റിവായത്തുകൾ നമ്മളിലേക്ക് എത്തിക്കുകയുണ്ടായി. പഴയ അഹ്മദികളിൽ ഒരുപാട് പേർ ഉണ്ടായിരിക്കും. അവർ തങ്ങളുടെ പൂർവികരിൽ നിന്ന് ചില സംഭവങ്ങളും റിവായത്തുകളും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നേരിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയും അദ്ദേഹത്തിന്റെ സഹവാസത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ റിവായത്തുകളുടെ പ്രാധാന്യം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് ഈ കാര്യങ്ങളിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഇത് വളരെ ചെറുതാണ്. എന്നാൽ ഇതിൽ നിന്ന് ഒരുപാട് ഉപദേശം നടത്തുകയും ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനങ്ങളുടെ കാര്യങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അത് കേൾപ്പിക്കുന്നതായിരിക്കും. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സഹാബാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കാലത്ത് സഹാബാക്കളെ ഉപദേശിക്കുകയും അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയും ചെയ്തു. അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ശ്രദ്ധ റിവായത്തുകൾ ക്രോഡീകരിക്കുന്നതിനായി ക്ഷണിക്കുകയുണ്ടായി. കാരണം ഈ കാര്യങ്ങളാണ് വരാനിരിക്കുന്ന തലമുറകൾക്ക് ഉപദേശവും യഥാർത്ഥത്തിലുള്ള അധ്യാപനവും
ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ആയിത്തീരുക. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരു സ്ഥലത്ത് പറയുന്നു, ഒരു കാര്യത്തിലേക്ക് ഈ വർഷം ഞാൻ ജമാഅത്തിനെ പ്രത്യേകമായ നിലയിൽ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഈ കാര്യം അദ്ദേഹം പറയുന്ന സമയത്ത് അത് ഇത്രയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ പൂർണ്ണമായ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഒരു കാലത്ത് ജമാഅത്തിൽ ഒരു ഫിത്ന പൊട്ടിപ്പുറപ്പെട്ടു. ആ ഫിത്നയെ നാം എങ്ങനെ തടയണം എന്നാണ് അവിടുന്ന് പറയുന്നത്. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മിലേക്ക് എത്തുന്നത് അത് നമുക്ക് സഹായകമായിരിക്കും. അത് നമ്മെ ഒരുപാട് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായിരിക്കും, ഒരുപാട് തിന്മകളിൽ നിന്ന് തടയുന്നതായിരിക്കും. ഏതായിരുന്നാലും പറയുന്നു, ഈ കാര്യത്തിന്റെ പ്രാധാന്യത്തിലേക്ക് ജമാഅത്തിനെ എത്ര തവണ ശ്രദ്ധിപ്പിച്ചാലും കുറവായിരിക്കും. ആ കാര്യം എന്താണ്? ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ വാക്കുകളും സഹാബാക്കളെ കൊണ്ട് ക്രോഡീകരിപ്പിക്കുക. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ ചെറിയ കാര്യം ഓർമ്മയുള്ള ഏതൊരു വ്യക്തിയും അയാൾ അത് രഹസ്യമാക്കി വെക്കുന്നത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത്, ഇത് ഒരു സാമൂഹിക വഞ്ചനയാണ്. ചില കാര്യങ്ങൾ വളരെ ചെറുതായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ചില ചെറിയ കാര്യങ്ങൾ അതിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അദ്ദേഹം പറയുന്നു, ഇതെത്രമാത്രം ചെറിയ ഒരു കാര്യമാണ്. ഹദീസിൽ വന്നിരിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു ദിവസം ചുരക്ക പാകം ചെയ്തു കൊണ്ടുവന്നു. ചുരക്ക എന്ന പച്ചക്കറി. അവിടുന്ന് വളരെ താല്പര്യത്തോടുകൂടി ആ കറിയിൽ നിന്ന് ചുരക്കയുടെ കഷ്ണങ്ങൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ കറിയിൽ ചുരക്കയുടെ ഒരു കഷ്ണം പോലും ബാക്കിയായില്ല. അവിടുന്ന് പറഞ്ഞു, ചുരക്ക വളരെ നല്ല ഒരു സാധനമാണ്. പറയുന്നു, പ്രത്യക്ഷത്തിൽ ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. ഒരുപക്ഷെ ഏതെങ്കിലും അഹമ്മദികളും ഇത് കേട്ട് പറയുമായിരിക്കും, ഈ ചുരക്കയെക്കുറിച്ച് പറയേണ്ട കാര്യം എന്താണ്? ഇന്നും ചില വിദ്യാഭ്യാസ സമ്പന്നരും വലിപ്പത്തരം കാണിക്കുന്നവർ അവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നു ഇതെല്ലാം സാധാരണ കാര്യമാണ്. എന്നാൽ ഈ ചെറിയ കാര്യം കൊണ്ട് ഇസ്ലാമിന് എത്ര അധികം പ്രയോജനം ഉണ്ടായി. നമുക്ക് ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഇടയിലുള്ള തെറ്റായ പ്രവർത്തികളെക്കുറിച്ച് ഊഹിക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ ഒരു കാലഘട്ടം ഇസ്ലാമിൽ വന്നു. അന്ന് ഇന്ത്യയിലെ ഹിന്ദു സംസ്കാരം മുസ്ലിങ്ങളിൽ സ്വാധീനം ചെലുത്തി. ഈ സ്വാധീനം നിമിത്തം അവർ ഈ ചിന്താഗതിക്കാരായി, അതായത് നല്ല ആളുകൾ ചീത്ത വസ്തുക്കൾ ഭക്ഷിക്കുകയും നല്ല വസ്തുക്കൾ ഭക്ഷിക്കാത്തവരും ആയിരിക്കും. ഉന്നതമായ നിലയിലുള്ള ഭക്ഷണം കഴിക്കാത്തവരായിരിക്കും. നന്മയുടെ നിലവാരം ഇതാണ്. കാരണം ഇതാണ് ഫക്കീറുകളുടെയും യോഗികളുടെയും അടയാളം. അവർ ആരെയെങ്കിലും ഉന്നത നിലയിലുള്ള ഭക്ഷണം കഴിക്കുന്നതായി കണ്ടാൽ പറയുന്നു, ഇദ്ദേഹത്തെ മഹാൻ എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അതായത് ഒരു നല്ല ഭക്ഷണം കഴിക്കുകയും അദ്ദേഹത്തെ മഹാൻ എന്ന് പറയുകയും ചെയ്യുന്നത് ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നു. ഒരിക്കൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ മസ്ജിദ് അക്സയിൽ ദർസ് നൽകി തിരിച്ചു തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ആ കാലത്ത് അവിടെ കാദിയാനിൽ അത് നസാറത്തുകളുടെ ഓഫീസുകളായിരുന്നു. പറയുന്നു, അവിടെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ എത്തിയപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു റിട്ടയറായ ഡെപ്യൂട്ടി സാഹിബ് ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഹിന്ദുവായിരുന്നു. അദ്ദേഹം ആരിൽ നിന്നോ കേട്ടിരുന്നു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബിരിയാണി കഴിക്കുകയും ബദാം എണ്ണ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതായത് സ്ഥിരമായ നിലയിലല്ല, മറിച്ച് ലഭിക്കുകയാണെങ്കിൽ, ഉണ്ടെങ്കിൽ, പാകം ചെയ്തിട്ടുണ്ട് എങ്കിൽ കഴിക്കുമായിരുന്നു. ബദാം എണ്ണ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ ഹിന്ദു സുഹൃത്ത് തന്റെ വീടിന്റെ പുറത്തിരിക്കുകയായിരുന്നു. ഹസ്രത്ത് ഖലീഫ അവ്വലിനെ കണ്ടപ്പോൾ പറഞ്ഞു, മൗലവി സാഹിബ്, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു.
മൗലവി സാഹിബ് പറഞ്ഞു, പറഞ്ഞാലും എന്താണ് കാര്യം? അയാൾ ചോദിച്ചു, ബദാം എണ്ണയും ബിരിയാണിയും കഴിക്കുന്നത് അനുവദനീയമാണോ? ഹദ്റത്ത് ഖലീഫ അവ്വൽ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ ഇത്തരം വസ്തുക്കൾ കഴിക്കുന്നത് അനുവദനീയമാണ്, ഞങ്ങൾക്കൊരു വിലക്കും ഇല്ല. അയാൾ പഞ്ചാബിൽ പറഞ്ഞു, ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം ഫഖറൻ കഴിക്കാൻ പാടുണ്ടോ എന്നാണ്, അനുവദനീയമാണോ എന്നാണ്. അതായത് ഫക്കീറുകൾക്ക്, അള്ളാഹുലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്ന ആളുകൾ, അവർ കഴിക്കുന്നത് അനുവദനീയമാണോ? മഹാത്മാക്കൾക്ക് അല്ലെങ്കിൽ മഹാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ഭക്ഷിക്കുന്നതും അനുവദനീയമാണോ? അവിടുന്ന് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ ഫക്കീർമാർക്കും മഹത്തുക്കൾക്കും എല്ലാവർക്കും, മഹാത്മാക്കൾ എന്ന് പറയപ്പെടുന്ന എല്ലാവർക്കും കഴിക്കുന്നത് അനുവദനീയമാണ്. അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിശബ്ദനായി. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നോക്കൂ, ഈ വ്യക്തിക്ക് വലിയ ആരോപണമായി തോന്നിയത് മിർസ സാഹിബ് ബിരിയാണി കഴിക്കുകയും ബദാം എണ്ണ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മസീഹും മഹ്ദിയും എങ്ങനെയാകാനാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സഹാബാക്കൾക്കും ഇന്ന് അഹ്മദികൾക്ക് ഉള്ളതുപോലുള്ള വൈജ്ഞാനിക താൽപര്യമുണ്ടായിരുന്നുവെങ്കിൽ അവർ ചുരക്കയെക്കുറിച്ച് ഹദീസിൽ പരാമർശിച്ചിരുന്നില്ല എങ്കിൽ എത്ര സുപ്രധാനമായ ഒരു കാര്യം നഷ്ടപ്പെടുമായിരുന്നു. ഹദീസിൽ വരുന്നു, ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു ജുബ്ബ ധരിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു. അഥവാ നല്ല വസ്ത്രം ധരിക്കാതിരിക്കുന്നത് ഫക്കീറുകളുടെയും മഹാത്മാക്കളുടെയും അടയാളമാണ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായാൽ നമുക്ക് അയാൾക്ക് ഈ ഹദീസിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറയാൻ സാധിക്കും, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ശുചിത്വം നടത്തുകയും ഉന്നതവും നല്ലതുമായ വസ്ത്രം ധരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നല്ല, അവിടുന്ന് ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധിക്കുകയും ശീലിക്കുകയും ചെയ്യുമായിരുന്നു. ചില കടന്നുകഴിഞ്ഞ സൂഫികൾ, ഷാ വലിയുള്ള മുഹദ്ദസ് ദഹലവിയെ പോലുള്ളവർ, അവർ ദിവസവും പുതിയ വസ്ത്രത്തിന്റെ ജോഡി ധരിക്കുന്ന രീതിയാണ് അവലംബിച്ചിരുന്നത്. അത് ഒന്നുകിൽ അലക്കിയതായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായും പുതിയതായിരിക്കും. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ സംഭവം അവിടുന്ന് വിവരിക്കുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ പ്രകൃതത്തിൽ വളരെയധികം ലാളിത്യം ഉണ്ടായിരുന്നു. വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നില്ല. ജോലിയും വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം വസ്ത്രം മാറാനും കുളിക്കാനും മറക്കുമായിരുന്നു. അവിടുന്ന് ധരിച്ച അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് ജുമായിൽ നമസ്കരിക്കാൻ പോകുമായിരുന്നു. ഇത് ലാളിത്യമായിരുന്നു. അല്ലാതെ ഫക്കീർമാർക്ക് ഇത്തരത്തിലുള്ള വസ്ത്രം ആയിരിക്കണം എന്നതിന്റെ പ്രകടനമായിരുന്നില്ല. അല്ലെങ്കിൽ മഹത്വം പ്രചരിപ്പിക്കാൻ വസ്ത്രം മാറ്റാൻ പാടില്ല എന്ന ചിന്താഗതി ആയിരുന്നില്ല. മറിച്ച് ജോലിയുടെ വർധനവ് കാരണത്താൽ ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ബുഖാരി പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ബുഖാരി പഠിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ കണ്ടു. ചോദിച്ചു, എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, മൗലവി സാഹിബിൽ നിന്നും ബുഖാരി പഠിക്കാനായി പോവുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഒരു ചോദ്യം എന്റെ ഭാഗത്ത് നിന്ന് മൗലവി സാഹിബിനോട് ചോദിക്കണം. ബുഖാരിയിൽ എവിടെയെങ്കിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും പുതിയ വസ്ത്രം ധരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന പരാമർശം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ സൂഫിയത്തിന് ഈ അർത്ഥമാണ് നൽകുന്നത്, മനുഷ്യൻ വൃത്തിഹീനനായിരിക്കണം. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ കാര്യം ഒരു മാനദണ്ഡമാക്കുകയാണെങ്കിൽ എത്രത്തോളം വൃത്തിഹീനനാണോ അത്രത്തോളം ദൈവദാസൻ എന്ന നിലയായിരിക്കും. എന്നാൽ മനുഷ്യൻ എത്രത്തോളം വൃത്തിഹീനനാണോ അത്രത്തോളം അല്ലാഹുവിൽ നിന്ന് ദൂരപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശരീഅത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കുളി നിർബന്ധമാക്കിയിരിക്കുന്നത്, സുഗന്ധം പൂശാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കൾ കഴിച്ച് സദസ്സുകളിൽ വരുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നത്, പള്ളിയിൽ വരുന്നത് വിലക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നിന്ന്
ലോകം പ്രയോജനം എടുത്തുകൊണ്ടേ പോകുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്നും ലോകം പ്രയോജനം എടുക്കും. അത് ക്രോഡീകരിക്കുക എന്നത് നമ്മുടെ നിർബന്ധ കടമയാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു യുവാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബിയാണ്, എന്നാൽ എനിക്ക് ഈ ഒരു കാര്യം ഒഴികെ മറ്റൊരു കാര്യവും ഓർമ്മയില്ല. ഒരിക്കൽ ഞാൻ ചെറുതായിരുന്നു. ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈ പിടിച്ചു, അങ്ങേക്ക് കൈ കൊടുത്തു. കുറച്ചു സമയം ഞാൻ അങ്ങയുടെ കൈ എന്റെ കയ്യിൽ വെച്ച് അങ്ങേക്കൊപ്പം നിന്നു. കുറച്ചു സമയത്തിനു ശേഷം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം കൈ വിടുവിപ്പിച്ച് മറ്റൊരു ജോലിയിൽ മുഴുകി. പ്രത്യക്ഷത്തിൽ ഇത് വളരെ ചെറിയൊരു കാര്യമാണ്, എന്നാൽ പിന്നീട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ സ്വായത്തമാക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഈ കാര്യം തന്നെ എടുക്കുക. ഇതിൽ നിന്ന് ഒരു കാര്യം ചെറിയ കുട്ടികളെയും വലിയവരുടെ സദസ്സുകളിൽ കൊണ്ടുവരണം എന്ന കാര്യം സ്ഥാപിതമാകുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആളുകൾ തങ്ങളുടെ കുട്ടികളെയും അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരുപക്ഷെ ഭാവിയിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ കുട്ടികളെ വലിയവരുടെ സദസ്സുകളിൽ കൊണ്ടുവരുന്നത് കൊണ്ട് എന്തു പ്രയോജനമാണ് എന്ന് പറയുന്ന ആളുകൾ ജനിക്കുമായിരിക്കും. ഇത്തരം സദസ്സുകളിൽ വലിയവർ മാത്രം പങ്കെടുത്താൽ മതി. കാരണം ഫിലോസഫി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ജന്മം കൊള്ളും. പറയാൻ തുടങ്ങും, കുട്ടികൾ എന്തു ചെയ്യാനാണ്. അതുകൊണ്ട് എപ്പോഴാണോ അത്തരത്തിലുള്ള ചിന്താഗതി ജനിക്കുന്നത്, ഈ റിവായത്ത് അവരുടെ ചിന്താഗതികളെ തെറ്റായി പ്രഖ്യാപിക്കും. പിന്നീട് അതിന്റെ കൂടുതൽ പ്രബലത ഇപ്രകാരം ലഭിക്കും. ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിലും സഹാബാക്കൾ തങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നിവേദനത്തിൽ നിന്ന് ഈ കാര്യം വ്യക്തമാകുന്നു, എപ്പോഴെങ്കിലും ജോലിയുണ്ടെങ്കിൽ കൈവിടുവിപ്പിച്ച് തങ്ങളുടെ ജോലിയിൽ മുഴുകേണ്ടതാണ്. കാരണം ഇതിൽ പരാമർശിച്ചിരിക്കുന്നു, കുട്ടി അങ്ങയുടെ കൈ പിടിച്ചപ്പോൾ കുറച്ചുനേരം വരെ പിടിച്ചുവെച്ചു, അപ്പോൾ അവിടുന്ന് തന്റെ കൈ വലിച്ചു സ്വതന്ത്രമാക്കി. ഇന്ന് ഈ കാര്യം നിസ്സാരമായി തോന്നാം, എന്നാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരുടെയെങ്കിലും കൈ ഒരാൾ പിടിച്ചാൽ കൈ വിടുവിക്കാത്ത ആളാണ് മഹാൻ എന്ന് ജനങ്ങൾ വിചാരിക്കുമായിരിക്കും. എന്നല്ല, ഏതുവരെ ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ചു വെക്കുന്നുവോ അതുവരെ അയാൾ നിശബ്ദനായി നിൽക്കണം. അത്തരം കാലഘട്ടങ്ങളിൽ ഈ നിവേദനം ജനങ്ങളുടെ ചിന്താഗതി മാറ്റുന്നതായിരിക്കും. ഇത് ഒരു നിരർത്ഥകമായ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൈ വലിച്ചിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നു, അഥവാ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി മറ്റുള്ളവരുടെ കൈ വിടുവിപ്പിക്കേണ്ടതാണ്. അഥവാ ആരെങ്കിലും കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് കുട്ടികളാണെങ്കിലും, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിവായത്തിൽ നിന്ന് ലഭിക്കും. ഇന്ന് നാം ഈ കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ഇത് ആ കാലഘട്ടത്തിലെ കാര്യമാണ്, അതായത് സഹാബാക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ കാര്യം. അവിടുന്ന് അവരോട് കാര്യങ്ങൾ വിവരിക്കുന്നു. എന്നാൽ അഹമ്മദിയ ഫിഖ്ഹയും അഹമ്മദിയ സൂഫിസവും അഹമ്മദിയ ഫിലോസഫിയും ഉണ്ടാകുമ്പോൾ അന്ന് ഈ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ സുപ്രധാനമായ റഫറൻസുകളായിരിക്കും. ഇന്നും ഇതിന്റെ ആവശ്യമുണ്ട്. വലിയ വലിയ ഫിലോസഫിമാർ ഈ സംഭവങ്ങൾ വായിക്കുമ്പോൾ തുള്ളിച്ചാടും, അതായത് സന്തോഷം കൊണ്ട്, അത്ഭുതം കൊണ്ട് തുള്ളിച്ചാടും. എന്നിട്ട് പറയും, അള്ളാഹു ഈ നിവേദനം ചെയ്ത ആൾക്ക് ഉത്തമമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യും. അദ്ദേഹം ഞങ്ങളുടെ ഒരു സങ്കീർണമായ പ്രശ്നം പരിഹരിച്ചു തന്നു. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മുന്നിൽ വരുമ്പോൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന സംഭവങ്ങൾ മുന്നിൽ വരുമ്പോൾ, ദീനുമായി ബന്ധപ്പെട്ട ഫിലോസഫർമാർ അവിടെയും ഇവിടെയും നോക്കുന്നതിന് പകരമായി ഈ നിവേദനം ചെയ്ത ആൾക്ക് വേണ്ടി അവർ ദുആ ചെയ്യുന്നതായിരിക്കും. പിന്നീട് അവിടുന്ന് പറയുന്നു, ഇത് നാം ഹദീസുകളിൽ വായിക്കുന്ന സംഭവങ്ങൾ പോലുള്ള ഒരു സംഭവമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുജൂദിൽ പോയപ്പോൾ ഹസ്രത്ത് ഹസൻ റളിയല്ലാഹു തആല അൻഹു അപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. അങ്ങയുടെ കഴുത്തിൽ ഇരുഭാഗത്തേക്കും കാലുകൾ ഇട്ടുകൊണ്ട് ഇരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുവരെ കുട്ടി സ്വയം മാറി നിന്നില്ലയോ അതുവരെ തല ഉയർത്തിയില്ല. അഥവാ ആരെങ്കിലും ഈ വിധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലർ അദ്ദേഹത്തെ ദീനീബോധമില്ലാത്തവൻ എന്ന് പ്രഖ്യാപിക്കും. അയാൾക്ക് അള്ളാഹുവിന്റെ ഇബാദത്തിനെ കുറിച്ച് ചിന്തയില്ല, മറിച്ച് തന്റെ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയാണുള്ളത് എന്ന് പറയും. എന്നാൽ അത്തരം വ്യക്തി
ഈ സംഭവം വായിക്കുമ്പോൾ അയാളുടെ ചിന്താഗതി തെറ്റാണ് എന്ന് അയാൾക്ക് അംഗീകരിക്കേണ്ടതായി വരും. അങ്ങനെ അയാൾ നിശബ്ദനാകും. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക മുന്നിലുണ്ട്. എന്നാൽ ഇതെല്ലാമായിട്ടും നിശബ്ദരാകാൻ സാധിക്കാത്ത ചില ആളുകൾ ഉണ്ടായിരിക്കും. ഒരു പട്ടാന്റെ കഥയുണ്ട്. അയാൾ കധൂരിയിൽ, അത് സംഭവങ്ങളുടെ ഒരു പുസ്തകമാണ്. എന്തെങ്കിലും അനക്കം കാണിച്ചാൽ നമസ്കാരം മുറിഞ്ഞു പോകുന്നതാണ്. അത് ചെറിയ അനക്കമാണെങ്കിലും ശരി, നമസ്കാരം നഷ്ടപ്പെടും. അതിനുശേഷം അയാൾ ഹദീസ് വായിക്കാൻ തുടങ്ങി. ഈ സംഭവം വായിച്ചതിനു ശേഷം അയാൾ ഹദീസ് വായിക്കാൻ തുടങ്ങി. അതിൽ ഈ ഹദീസ് വന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചപ്പോൾ തന്റെ ഒരു കുട്ടിയെ എടുത്തു. റുക്കൂയിലും സുജൂദിലും പോകുമ്പോൾ കുട്ടിയെ താഴെ വെക്കും, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും എടുക്കുകയും ചെയ്യുമായിരുന്നു. അയാൾ ഹദീസ് വായിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം മുറിഞ്ഞുപോയല്ലോ. കാരണം കദൂരിയിൽ എഴുതിയിട്ടുണ്ട്, ചെറിയ ചെറിയ അനക്കം കാരണത്താലും നമസ്കാരം മുറിഞ്ഞു പോകുന്നതായിരിക്കും. ചുരുക്കത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് ഉണ്ടാക്കിയാൽ കൻസോ കദൂരിയുടെ ആളായിരുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നില്ല. ചുരുക്കത്തിൽ വ്യക്തമായ വിശദീകരണം ഉണ്ടായിട്ടും അംഗീകരിക്കാത്ത ആളുകളും ഉണ്ടായിരിക്കും. എന്നാൽ അത്തരം ആളുകൾ വളരെ വിരളമായിരിക്കും. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിയാവുന്ന കാര്യം ചെറുതാണ് എന്ന കാര്യം ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് എത്ര തന്നെ ചെറിയ കാര്യമായാലും പറഞ്ഞു തരേണ്ടതാണ്. ഞാൻ മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം നടന്നുകൊണ്ടിരിക്കെ പുല്ലിൽ ഇരിക്കുന്നതായി കണ്ടു എന്ന കാര്യമാണെങ്കിലും ശരി. കാരണം ഇത്തരം കാര്യങ്ങളിൽ നിന്നും വലിയ ഫലങ്ങൾ പിന്നീട് സ്വായത്തമാകും. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, എനിക്കോർമ്മയുണ്ട്, ഒരിക്കൽ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ചില സുഹൃത്തുക്കളോടൊപ്പം തോട്ടത്തിൽ പോയി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വരൂ നമുക്ക് ബേദാന കഴിക്കാം, ഇത് മൾബറിയുടെ ഒരു വർഗമാണ്. അങ്ങനെ ചില സുഹൃത്തുക്കൾ വിരിപ്പ് വിരിച്ചു, അവിടുന്ന് മരം ഇളക്കിപ്പിച്ചു. പിന്നീട് എല്ലാവരും ഒരു സ്ഥലത്തിരുന്നു, അവർ ബേദാന കഴിച്ചു. ഇനി ചിലർ ഭാവിയിൽ ഉണ്ടാകും. നന്മയും സൂഫിസവും നല്ല വസ്തുക്കൾ ഭക്ഷിക്കാതിരിക്കുക എന്നതാണ്. അത്തരം ആളുകൾക്ക് നമുക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്നതാണ്, നിങ്ങളുടെ ഈ ചിന്താഗതി തികച്ചും തെറ്റാണ്. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ബേദാന പറിച്ച് കഴിച്ചിരുന്നു. അതല്ല എങ്കിൽ പിന്നീട് വലിയ അഹങ്കാരികളായ ഭരണാധികാരികൾ വരുമ്പോൾ അവർ മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപമാനമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ ഈ കാര്യം പറയാൻ സാധിക്കും. ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ അപമാനം വിചാരിക്കാൻ നിങ്ങൾ ആരാണ്? അതുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ ചെറുതായിരിക്കും, എന്നാൽ വരുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് വളരെ സുപ്രധാനമായ മത, രാഷ്ട്രീയ, സാംസ്കാരിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അദ്ദേഹം പറയുന്നു, ഏതെല്ലാം സഹോദരന്മാർക്കാണോ ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപം കാണാനും അങ്ങയുടെ സഹവാസത്തിൽ ഇരിക്കാനും അവസരം ലഭിച്ചിരിക്കുന്നത്, അവർ എല്ലാ കാര്യവും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എഴുതി സൂക്ഷിക്കേണ്ടതാണ്. ഉദാഹരണമായി, ഏതെങ്കിലും വ്യക്തിക്ക് ഹദ്റത്ത് മസീഹ് മൗദ് സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രരീതിയെക്കുറിച്ച് അറിയാമെങ്കിൽ അതും എഴുതി വെക്കണം എന്ന് അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറയുകയുണ്ടായി. അതിനുശേഷം സഹാബാക്കൾ റിവായത്തുകൾ ക്രോഡീകരിക്കുവാനും എഴുതാനും തുടങ്ങി. സഹാബാക്കളുടെ റിവായത്തിന് ഒരുപാട് സംഭവങ്ങളുടെ രജിസ്റ്റർ തയ്യാറായിട്ടുണ്ട്. അത് ഒരിക്കൽ ഞാൻ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. അത് കൈകൊണ്ട് എഴുതിയതായിരുന്നു. ഇപ്പോൾ അത് പുതിയ രീതിയിൽ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം എങ്കിൽ പ്രസിദ്ധീകരിക്കാനും സാധിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് മറ്റ് ചില റിവായത്തുകളുമായി ഏറ്റുമുട്ടുന്നില്ല എങ്കിലും പൂർണ്ണമായ നിലയിൽ യോജിക്കുന്നില്ല. അതല്ലെങ്കിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റു ചില നിവേദനങ്ങൾ അവയേക്കാൾ കൂടുതൽ വ്യക്തമാണ്. അവ നിവേദനത്തിൽ നിന്നുകൊണ്ട് പുതുതായി കമ്പോസ് ചെയ്യുമ്പോൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവയിൽ നിന്ന് ഒരുപാട് ചെറിയ കാര്യങ്ങൾ മുന്നിൽ വരുന്നു. കമ്പോസ് ചെയ്യുന്ന നമ്മുടെ ചില പണ്ഡിതന്മാരുമുണ്ട്. ചില റിവായത്തുകൾ ശുപാർശ ചെയ്തയക്കുന്നു, ഇത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇത് ഇന്നതിനെ ബാധിക്കും, ഇന്നതിനെ ബാധിക്കുകയില്ല എന്നൊക്കെ എഴുതുന്നു. എന്നാൽ ഞാൻ സ്വയം അത് വായിക്കുമ്പോൾ
പല റിവായത്തുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പണ്ഡിതന്മാർ അനാവശ്യമായി കാണിക്കുന്ന സൂക്ഷ്മതയാണ് ഇത്. ആ റിവായത്തുകൾ വരേണ്ടതാണ്. ഏതായിരുന്നാലും ഈ റിവായത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് ജമാഅത്തിന്റെ മുമ്പിൽ വരുന്നതായിരിക്കും. ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ റിവായത്ത് കൊണ്ടുള്ള ഒരു പ്രയോജനം ഇതായിരിക്കും: ഭാവിയിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ, ഉദാഹരണമായി തലമറക്കാതിരിക്കണം, അത്തരം ആളുകളുടെ ചിന്താഗതി ദൂരീകരിക്കാൻ സാധിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. തലമറക്കാതിരിക്കുക എന്നത് പ്രത്യക്ഷത്തിൽ ഒരു ചെറിയ കാര്യമാണ്. പൊതുവിൽ നാം നമസ്കാരവും മറ്റും തലമറക്കാതെ അനുഷ്ഠിക്കാറുണ്ട്. ഈ റിവായത്തുകളിൽ നിന്ന് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. കാരണം അതിൽ പള്ളിയുടെ മര്യാദകൾ, നമസ്കാരത്തിന്റെ മര്യാദകൾ, ദീനീ മജ്ലിസുകളിൽ ഇരിക്കുന്നതിന്റെ മര്യാദകൾ എന്നിവ വിവരിക്കപ്പെട്ടിരിക്കും. അദ്ദേഹം പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുന്ന് തന്നെയാണ് ശാരി നബി, അതായത് ശരീഅത്ത് കൊണ്ടുവന്ന നബി. അങ്ങു തന്നെയാണ്. എന്നാൽ ഈ കാര്യത്തിലും സംശയമില്ല. തൊട്ടടുത്ത നിയോഗിതന്റെ വാക്കുകൾ ശാരി നബിയുടെ വാക്കുകളുടെ സാക്ഷ്യപ്പെടുത്തലായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും എന്ന് പറയപ്പെടുന്നു. ഏതൊരു ഫിഖ് പരമായ കാര്യത്തിലാണോ ഹസ്രത്ത് അബൂ ഹനീഫ പ്രവർത്തിച്ചു കാണിച്ചത്, അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അതുപോലെ ഭാവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു ഹദീസിനെയാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കർമ്മം സത്യമായി പ്രഖ്യാപിച്ചത്, അതിനെ ജനങ്ങൾ സത്യഹദീസായി മനസ്സിലാക്കും. ഏതൊരു ഹദീസിനെയാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുർബലമായി കണക്കാക്കിയത്, സ്വയം ഉണ്ടാക്കിയതായി പറഞ്ഞത്, അതല്ലെങ്കിൽ പ്രബലതയില്ലാത്തത്, അത്തരം ഹദീസിനെ ജനങ്ങൾ വ്യാജമായി മനസ്സിലാക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യങ്ങൾ ഹദീസുകൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ കാര്യങ്ങൾ ഹദീസിന്റെ സത്യതയും വ്യാജവും മനസ്സിലാക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായിരിക്കും. അദ്ദേഹം പറയുന്നു, ഈ നിവേദനങ്ങളിൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഉചിതമല്ലാത്ത ചില റിവായത്തുകളും ഉണ്ടായിരിക്കും. എന്നാൽ അവയും എന്തുതന്നെയായാലും സുരക്ഷിതമാക്കേണ്ടതാണ്. ചില നിവേദനങ്ങൾ ഉണ്ട്, അത് ഇന്നും പ്രിന്റ് ചെയ്യേണ്ടതല്ല, പ്രസിദ്ധീകരിക്കേണ്ടതല്ല. എന്നാൽ അത് സഹാബാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിവായത്തുകൾ സുരക്ഷിതമാക്കി വെക്കേണ്ടതാണ്. പിന്നീട് അവസരമുണ്ടാകുമ്പോൾ അത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇപ്രകാരം ഇൽഹാമുണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന് കുറച്ചുകാലം, അതിനുശേഷം ബലഹീനതയുടെയും തളർച്ചയുടെയും ദിനങ്ങൾ. എന്നാൽ ഈ ഇൽഹാം ആ കാലത്ത് പ്രസിദ്ധീകരിച്ചില്ല, പിന്നീട് കുറച്ചു കാലത്തിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. ചിലർ പറയുന്നു ഇതിൽ വിക്ടോറിയ രാജ്ഞിയുടെ മരണത്തെക്കുറിച്ചുള്ള കാര്യമാണ്. ഇതിലുള്ളത് ഇതിന്റെ ശേഷം ഇതര വശങ്ങളും പരിഗണിക്കേണ്ടതാണ്. മെല്ലെ മെല്ലെ ലോകത്ത് വ്യാപിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റ് ദുർബലപ്പെട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ബലഹീനത ഉണ്ടായി എന്നല്ല, മറിച്ച് അതിന് ഒരു ദീർഘസമയം എടുത്തു, അതിന്റെ അടയാളങ്ങൾ ആരംഭിച്ചു. എന്തുതന്നെയായാലും ഇത് ഒരു ഇൽഹാമായിരുന്നു. ഇതിന് വിവിധ വിശദീകരണങ്ങൾ നൽകാൻ സാധിക്കും. അവിടുന്ന് പറയുന്നു, അത്തരം സംഭവങ്ങൾ റെക്കോർഡുകളിൽ കൊണ്ടുവരികയും അപകട സമയം കടന്നുപോവുകയും ചെയ്യുമ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. അവിടുന്ന് പറയുന്നു, ഈ കാര്യം പൂർത്തിയാക്കാൻ ഇപ്പോഴും സമയം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പറഞ്ഞതുപോലെ ഈ നിവേദനങ്ങളെ ശരിയായ രീതിയിൽ പൂർത്തിയാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പറയുന്നു, ഇന്ന് ലോകത്ത് ഇമാം ബുഖാരിക്ക് എത്രയധികം ആദരവാണുള്ളത്. ഈ ആദരവ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് റിവായത്തുകൾ ക്രോഡീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് സഹാബാക്കളുടെ മക്കൾ, അവരുടെ പക്കൽ റിവായത്തുകൾ ഉണ്ടെങ്കിൽ അവരും അത് നൽകേണ്ടതാണ്. അതിന്റെ പ്രബലത മറ്റു റിവായത്തുകൾ കൊണ്ട് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവയിൽ അത് ഉൾപ്പെടുത്താനും സാധിക്കുന്നതാണ്. ഒരുപക്ഷെ ചില റിവായത്തുകൾ പൂർണ്ണമായ രൂപത്തിൽ രജിസ്റ്ററിൽ വന്നിട്ടില്ലായിരിക്കാം. അത് സഹാബാക്കളുടെ കുടുംബത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അവർ അത് എഴുതി അറിയിക്കേണ്ടതാണ്. അവിടുന്ന് ഈ കാര്യവും പറഞ്ഞു, ഇത് യാഥാർത്ഥ്യവുമാണ്. ഈ റിവായത്തുകൾ വിവരിക്കുന്നവർക്കായി ഒരു കാലത്ത് ദുആ ചെയ്യപ്പെടുന്നതായിരിക്കും. അള്ളാഹു ഇവർക്ക് പ്രതിഫലം
നൽകുമാറാകട്ടെ. കാരണം ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് പ്രകൃതിദത്തമായ നിലയിൽ അത്തരം അവസരങ്ങളിൽ സ്വയം ദുആക്ക് വേണ്ടി ആവേശത്തള്ളിച്ച ഉണ്ടാകുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് തന്റെ ഒരു സംഭവം വിവരിക്കുന്നു. ഞാൻ ഇന്നലെ ഖലീദെ ഖുർആൻ മുഖേന ഒരു ആയത്തെടുക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ആയത്ത് ലഭിക്കാൻ താമസം പിടിക്കും. എന്നാൽ ഖലീദെ ഖുർആൻ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആയത്ത് ലഭിച്ചു. പറയുന്നു, അപ്പോൾ ഞാൻ അനിയന്ത്രിതമായി 2-3 മിനിറ്റ് വളരെ ആത്മാർത്ഥതയോടുകൂടി അത് തയ്യാറാക്കിയ ആൾക്കു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഇന്ന് ഈ ആയത്ത് ലഭിച്ചത്. ഇന്ന് ഇതെല്ലാം വളരെ എളുപ്പമായിരിക്കുന്നു. ഇപ്പോൾ ലിറ്ററേച്ചർ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ലഭിക്കുന്നു. കൂടുതൽ എളുപ്പമായി തീർന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ആരാണോ ഈ പ്രോഗ്രാമുകൾ തയ്യാറാക്കി കമ്പ്യൂട്ടറിൽ ഇട്ടത് അവർക്ക് വേണ്ടിയും ദുആ ചെയ്യപ്പെടുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എല്ലാ കാര്യങ്ങളും വൈജ്ഞാനിക വശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അത് നമുക്ക് അത്യാവശ്യമാണ്. കർമ്മപരമായ തർബീയത്തിനും അത്യാവശ്യമാണ്. കാരണം തർബീയത്തിന്റെ ഒരുപാട് വശങ്ങൾ അതിൽ നിന്ന് നിർഗളിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ വിശദീകരണം ലഭിക്കുന്നു. ഹദീസുകളുടെ വിശദീകരണം ലഭിക്കുന്നു. പിന്നീട് ഇതിൽ നിന്ന് നമുക്ക് പ്രയോജനവും ലഭിക്കുന്നു. ഏതെങ്കിലും മാർഗത്തിലൂടെ ഒരഹമ്മദി ഇത് കേൾക്കുകയും പ്രയോജനമെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് ക്രോഡീകരിക്കുന്നവർക്ക് വേണ്ടി ദുആയും ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില സമയത്ത് മനുഷ്യൻ ഈ കാര്യത്തിലേക്ക് പൂർണ്ണമായ നിലയിൽ ശ്രദ്ധ നൽകാറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സഹാബാക്കളുടെ സംഭവങ്ങൾ കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചിലർ സഹാബാക്കളുടെ മക്കളിൽപ്പെട്ടവർ സഹാബാക്കളുടെ കുടുംബത്തിൽ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന റിവായത്തുകൾ അയച്ചു തന്നിരുന്നു. അവർ ഈ റിവായത്തുകൾ എഴുതി അഡീഷണൽ വക്കാലത്തെ തസ്നീഫിന്റെ ഓഫീസിൽ അയക്കേണ്ടതാണ്. അവർ പിന്നീട് ഇത് അയക്കണമെന്നുണ്ടെങ്കിൽ റിവായത്തിനായി രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റിക്ക് അയക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു സംഭവം കൂടി കേൾപ്പിക്കാം. അത് ഇന്നും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ആരംഭകാലം മുതൽ തന്നെ ഇസ്ലാമിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള ഒരു വേവലാതി ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ തങ്ങളുടെ അവസ്ഥ ശരിയാക്കി തീർക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. കർമ്മപരമായ അവസ്ഥ ശരിയാക്കി തീർക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ ആരാധനയിലേക്ക് ശ്രദ്ധിക്കുക എന്നതാണ്, നമസ്കരിക്കുക എന്നതാണ്. ഇതിനായി അവിടുന്ന് ഖാദിയാനിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കി. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അനഹമ്മദികൾക്ക് മറുപടി നൽകിക്കൊണ്ട് അന്നവർ പറയാറുണ്ടായിരുന്നു, ആരോപണം ഉന്നയിക്കാറുണ്ടായിരുന്നു, ഇന്നും ആരോപണം ഉന്നയിക്കുന്നു, അഹമ്മദികൾ മുസ്ലിങ്ങളല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പുതിയ ശരീഅത്ത് കൊണ്ടുവന്നിരിക്കുന്നു. നഊദു ബില്ലാഹ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് മറുപടി നൽകുകയാണ്. ഹദ്റത്ത് മിർസ സാഹിബ്, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അഹമ്മദിയ ജമാഅത്ത് രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ വസിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ കണ്ട് അവർ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് അവരെ സ്വയം ആളുകളെ പറഞ്ഞയച്ച് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വിളിക്കാൻ തുടങ്ങി. മുസ്ലിങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നവർ ഇന്നും ആരോപണം ഉന്നയിക്കുന്നവർ ഉണ്ട് എന്നല്ല, ഇന്നും അധിക പേരും അവരുടെ അവസ്ഥ ഇതാണ്. നമസ്കാരത്തിലേക്ക് ശ്രദ്ധ കുറവാണ്. ആളുകളെ പറഞ്ഞയച്ച് ജനങ്ങളെ വിളിക്കാൻ തുടങ്ങി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ആളുകൾ കൂടുതൽ പേരും കൃഷിക്കാരായിരുന്നു. അവർ ഈ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. ദരിദ്രരായിരുന്നു. നമസ്കരിക്കൽ ധനികരുടെ പ്രവൃത്തിയാണ്, ഞങ്ങളുടേതല്ല. ഞങ്ങൾ ദരിദ്രർ സമ്പാദിക്കണോ, കൂലിവേല ചെയ്യണോ, അതോ 5 നേരം നമസ്കരിച്ചു കൊണ്ടിരിക്കണോ? കാരണം ജോലി ചെയ്യുന്നില്ല എങ്കിൽ പട്ടിണി കിടക്കും.
അതുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സംവിധാനം ഒരുക്കി. നിങ്ങൾ നമസ്കരിക്കാൻ വരിക, ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ആ പ്രഖ്യാപനത്തിനു ശേഷം ഏതാനും ദിവസം ഭക്ഷണത്തിനു വേണ്ടി മാത്രം 20-25 പേർ പള്ളിയിൽ നമസ്കരിക്കാനായി വരുമായിരുന്നു. പിന്നീട് വീണ്ടും അലസരായി അവസാനം ഭക്ഷണം വിതരണം ചെയ്യുമായിരുന്ന മഗ്രിബ് സമയത്ത് വരുമായിരുന്നു. അവസാനം ഈ പരിപാടി ഉപേക്ഷിക്കേണ്ടതായി വന്നു. അവിടുന്ന് പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ആവേശം എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം ദൃശ്യമാകുന്നതിനു വേണ്ടി. അവിടുത്തെ ഈ ആവേശം കണ്ടുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊടുത്തു. അദ്ദേഹം ഈ കാര്യം പറയുമ്പോൾ പറയുന്നു, ഇപ്പോൾ കാദിയാനിൽ 4 പള്ളികൾ ഉണ്ട്. 2 വലിയ പ്രൗഢിയോടുകൂടിയ പള്ളികളാണ്. 5 നേരവും ഇവിടെ നമസ്കാരം നടക്കുന്നു. നമസ്കാരക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ കാര്യം നാം ഓർക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ വാദത്തിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ വേദന, അതിനുശേഷവും വീണ്ടും വീണ്ടും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. നമസ്കാരത്തിലേക്ക് വരിക, ജമാഅത്തായി നമസ്കരിക്കാൻ വരിക, പള്ളികളെ ജനനിബിഡമാക്കുക. മസ്ജിദുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്ത് എല്ലായിടത്തും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനെ ജനനിബിഡമാക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ നിന്ന് പരാതികൾ ലഭിക്കുന്നു. എന്നല്ല, റോബോയിലും ഖാദിയാനിലും പാകിസ്ഥാന്റെ വിവിധ പള്ളികളിലും അവിടെ താമസിക്കുന്ന അഹമ്മദികൾ അവർ തങ്ങളുടെ പള്ളികൾ ജനനിബിഡമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഇതര രാജ്യങ്ങളിൽ മറ്റുള്ളവരും തങ്ങളുടെ പള്ളികളെ ജനനിബിഡമാക്കാൻ പരിശ്രമിക്കുക. മറ്റൊന്ന്, ഈ കാര്യത്തിനുള്ള മറുപടിയും ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഈ ആരോപണത്തിനുള്ള മറുപടിയും ചില ആളുകൾ പറയുന്നു, എനിക്കും എഴുതുന്നു, പള്ളികളിൽ കൊണ്ടുവരുന്നതിനായി, യുവാക്കളെ കൊണ്ടുവരുന്നതിനായി അവിടെ കളികൾക്കുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾ വൈകുന്നേരം വന്ന് കളിക്കുന്നതിനു വേണ്ടി അഥവാ കളിയുടെ അത്യാഗ്രഹം നൽകി നമസ്കരിപ്പിക്കുകയാണ്. ഇതൊന്നും വലിയ കാര്യമല്ല. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നു, ചില ഫംഗ്ഷനുകളിൽ ഭക്ഷണത്തിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. ജനങ്ങൾ ഫംഗ്ഷനുകളിൽ നമസ്കാരത്തിൽ വരുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ചിലരുടെ ദുർഭാവനയാണ്. പള്ളികളോടൊപ്പം ഹാളുകൾ ഉണ്ടാക്കിയെങ്കിൽ ചില യുവാക്കളും കളിക്കുന്നവരുമായ മുബല്ലിഗുമാരും മുറബിമാരും ഗ്രൗണ്ടിൽ കളിക്കാൻ തുടങ്ങുകയും യുവാക്കളെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനം എന്തായാലും ഉണ്ടാകുന്നു. പള്ളികളിൽ ചുരുങ്ങിയത് 1-2 നമസ്കാരങ്ങൾക്കായി യുവാക്കൾക്ക് ശ്രദ്ധയും ഉണ്ടാകുന്നു. പള്ളികൾ ജനനിബിഡമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു കുറ്റമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പള്ളികളോടൊപ്പം കളികൾക്കുള്ള ഹാളുകൾ എന്തിനാണ് ഉണ്ടാക്കിയത്, പള്ളികളിൽ എത്തിക്കുന്നതിനായി, ചില ഫംഗ്ഷനുകളിൽ എത്തിക്കുന്നതിനായി ഭക്ഷണത്തിനുള്ള സംവിധാനം എന്തിനാണ് ഒരുക്കിയത്, ഇതെല്ലാം തെറ്റായ ആരോപണങ്ങളാണ്. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കർമ്മങ്ങളിൽ നിന്ന് സ്ഥാപിതമാണ്. ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഒന്ന് അൽഹാജി യാക്കൂബ് ബാഗൻ സാഹിബ് അഫ്ഗാനായുടേതാണ്. അദ്ദേഹം ഓഗസ്റ്റ് 30, 2015 വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ഊഹമനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രായം 100-ൽ കൂടുതലാണ്. ഇദ്ദേഹം ഗാനയുടെ മധ്യ റീജനുമായി ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ പിതാമഹൻ ക്രിസ്ത്യാനിയായിരുന്നു. എന്നാൽ അദ്ദേഹം 2ാമത് വിവാഹം കഴിച്ചു. 2ാമത് വിവാഹം കഴിച്ചപ്പോൾ പ്രസ്ബിറ്റേറിയൻ ചർച്ച് അദ്ദേഹത്തെ ചർച്ചിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അദ്ദേഹം ഈ കാരണം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങി. പിന്നീട് ഇദ്ദേഹത്തിന്റെ പിതാമഹൻ അൽഹാജി യാക്കൂബ് സാഹിബിന്റെ പിതാമഹൻ, അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം ഒഥോപ്പോ സാഹിബ് എന്നായിരുന്നു, ഹജ്ജിന് പോകുന്നതിന് വേണ്ടി പണം സ്വരൂപിച്ചു. പിന്നീട് ഇദ്ദേഹം അഹമ്മദിയുമായി പണം സ്വരൂപിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹം അഹമ്മദിയായിരുന്നു. അദ്ദേഹം സോട്ട് പോണിൽ എത്തിയപ്പോൾ
അവിടുത്തെ മിഷണറി ഇൻചാർജ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ ഹെഡ്ക്വാർട്ടർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനായി ഞങ്ങൾ ചന്ത സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വരൂപിച്ചു വെച്ചിരുന്ന ആ തുക പള്ളിയുടെയും ഹെഡ്ക്വാർട്ടറിന്റെയും നിർമ്മാണത്തിനായി നൽകി. പിന്നീട് അള്ളാഹു അദ്ദേഹത്തിന് ഇത്ര ദീർഘമായ ജീവിതം നൽകി. നീണ്ട കാലത്തിനു ശേഷം അദ്ദേഹം തന്റെ പേരക്കുട്ടിയെ തന്റെ ചെലവിൽ ഹജ്ജ് ചെയ്യിപ്പിച്ചു. അൽഹാജി യാക്കൂബ് സാഹിബ് വളരെയധികം അധ്വാനിക്കുന്നവനും മുഖ്ലിസും ത്യാഗത്തിന്റെ ആത്മാവുമുള്ള വ്യക്തിത്വമായിരുന്നു. മൗലവി അബ്ദുൽ വഹാബ് ആദം സാഹിബ് ഘാനയുടെ അമീറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തെ അവിടേക്ക് അയച്ചപ്പോൾ അവിടുന്ന് ഘാന മിഷന്റെ തബ്ലീഗ് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനും പറഞ്ഞിരുന്നു. അൽഹാജി യാക്കൂബ് സാഹിബ് അന്ന് ദായിയാനെ ഇലല്ലാക്ക് വേണ്ടി ഒരു വണ്ടി സമർപ്പിച്ചു. അതിനു മുകളിൽ അഹമ്മദിയ മുസ്ലിം പ്രീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് എഴുതിയിരുന്നു. പിന്നീട് അദ്ദേഹം ഇത് മുഖേന ഒരുപാട് തബ്ലീഗ് പ്രവർത്തനങ്ങൾ ചെയ്തു. ഇതും ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. നവാഹ്മദികളുടെ ഒരു ജമാഅത്ത് രൂപീകൃതമാകുമ്പോൾ അവിടെ സ്വന്തം ചെലവിൽ പള്ളിയും നിർമ്മിച്ചു നൽകുമായിരുന്നു. വാഖ്ഫെ സിന്ദഗികളുടെയും വാഖ്ഫീങ്ങളുടെയും മുബല്ലഗീങ്ങളുടെയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ 2 മക്കളും വഖ്ഫെ സിന്ദഗികളാണ്. ഒരാൾ കേന്ദ്ര മുബല്ലിഗാണ്, ഇബ്രാഹിം ബിൻ യാക്കൂബ് സാഹിബ്. ഇദ്ദേഹം ട്രിനാഡിൽ നമ്മുടെ മിഷണറി ഇൻചാർജും അമീറുമാണ്. രണ്ടാമത്തെയാൾ അവിടുത്തെ പ്രാദേശിക മിഷണറിയാണ്, നൂറുദ്ദീൻ ബോഗൻ സാഹിബ്. വടക്കൻ പ്രദേശത്ത് സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം റബുവയിലും പോയിരുന്നു. അൽഹാജ് ബോഗൻ സാഹിബ് മൂസിയും ആയിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തും വരുമാനവും എല്ലാം തന്നെ ക്ലിയർ ആയിരുന്നു. ഞാൻ ഘാനയിലായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്. വളരെ ആവേശമുള്ള ദായിലല്ലായിരുന്നു. എല്ലായ്പ്പോഴും തയ്യാറായി നിൽക്കുമായിരുന്നു. സന്തോഷപ്രകൃതവും ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിനയവും അങ്ങേയറ്റമുണ്ടായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഇദ്ദേഹത്തിന്റെ തലമുറകൾക്കും ഇദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ നമ്മുടെ പഴയകാല ജമാഅത്തി സേവകൻ ബഹുമാനപ്പെട്ട മൗലാന ഫസ്ലെ ഇലാഹി ബഷീർ സാഹിബിന്റേതാണ്. ചില കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ഓഫീസിലുണ്ടായ തെറ്റിദ്ധാരണ കാരണം ഓഗസ്റ്റ് 3-ാം തീയതി ഇദ്ദേഹം വഫാത്തായി. 97-ാമത്തെ വയസ്സിൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1918 ഇദ്ദേഹം ജനിച്ചു. ബഹുമാനപ്പെട്ട കറം ഇലാഹി ചീമ സാഹിബിന്റെ വീട്ടിൽ. മൗലവി സാഹിബ് നവംബർ 24, 1944 ജീവിതം വഖഫ് ചെയ്തു. 1940 കാദിയാനിൽ എത്തി. ഇദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് 1978 നടന്നു. എന്നാൽ 1993 വരെ അദ്ദേഹം റീ എംപ്ലോയിയായി ജോലി ചെയ്തു. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജമാഅത്തി സേവനം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിനുശേഷവും അവസാന ശ്വാസം വരെ സന്നദ്ധ സേവനം എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് ജോലി ചെയ്തു. പ്രത്യേകിച്ച് പ്രൂഫ് റീഡിംഗ് പോലുള്ള ജോലികൾ. എഴുതുന്നു, ഇദ്ദേഹത്തിന്റെ പിതാവ് കറം ഇലാഹി സാഹിബ് 1898 ഹസ്രത്ത് മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ബൈഅത്ത് ചെയ്തു. പിന്നീട് ഒരു വർഷത്തിനു ശേഷം ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ചൗധരി ജലാലുദ്ദീൻ സാഹിബും ബൈഅത്ത് ചെയ്തു. ഇദ്ദേഹത്തിന്റെ പിതാവിന് ഖിലാഫത്തുമായുള്ള ബന്ധം ഇത്ര സുദൃഢമായിരുന്നു. അള്ളാഹും അദ്ദേഹത്തിന് മാർഗദർശനം നൽകാറുണ്ടായിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ്
ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ ഉടൻ തന്നെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവലിനെ ബൈഅത്ത് ചെയ്തു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ വഫാത്തായപ്പോൾ ഉടനെ തന്നെ ഖലീഫത്തുൽ മസീഹ് സാനിക്ക് ബൈഅത്ത് ചെയ്തു. ഇദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കപ്പെട്ടിരുന്നു അടുത്ത ഖലീഫത്തുൽ മസീഹ് സാനി ആയിരിക്കും എന്ന്. അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു. 8/1 വസിയത്താണ് ചെയ്തിരുന്നത്. മൗലവി സാഹിബ് സ്വയം താൻ വഖഫായ സംഭവം വിവരിക്കുന്നു. പറയുന്നു, ഇദ്ദേഹത്തിന്റെ മാതാവ് പറയുകയുണ്ടായി, ഞാൻ അന്ന് ചെറിയ കുട്ടിയായിരുന്നു. 1919 1920 കാദിയാൻ ജൽസ സാലാനയുടെ അവസരമാണ്. വനിതാ ജൽസാഗാഹിൽ ഹദ്രത്ത് ഹാഫിസ് ഗുലാം റസൂൽ സാഹിബ് വസീറാബാദി സ്ത്രീകളോട് പ്രസംഗം നടത്തി. പ്രസംഗത്തിൽ പറഞ്ഞു, ബീബിമാരെ, ഞങ്ങൾ വൃദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം സഹാബിയായിരുന്നു. ഇപ്പോൾ ദീനിന്റെ സേവനത്തിനായി പകരം ആളുകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദീനി സേവനത്തിനായി വഖഫ് ചെയ്യുക, അവരെ കാദിയാനിൽ ദീനിയാഭ്യാസത്തിനായി അയക്കുക. ഈ പ്രസംഗത്തിനിടയ്ക്ക് മാതാവ് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തു, ദുആ ചെയ്തു, ഈ കുട്ടി ഫസൽ ഇലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 1931 അദ്ദേഹം മിഡിലിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ ഈ പ്രതിജ്ഞയെക്കുറിച്ച് പറഞ്ഞു, അഥവാ നീ ഭൗതിക വിദ്യാഭ്യാസം തുടരാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ നിന്നെ തഹസീൽദാർ ആക്കാനുള്ള പൊസിഷൻ എനിക്കിപ്പോൾ ഉണ്ട്. അന്ന് ഇത് വലിയൊരു സ്ഥാനമായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഉടനെ പറഞ്ഞു, ഞാൻ വഖഫ് ചെയ്ത് കാദിയാനിൽ പോവുകയാണ്. 1947 ഫെബ്രുവരിയിൽ ഇദ്ദേഹം മറ്റു മുറബിമാരോടൊപ്പം പടിഞ്ഞാറെ ആഫ്രിക്കയിൽ മുബാസ തുറമുഖത്ത് എത്തി. ഈ മുറബിമാരിൽ മീർ സിയാഉല്ല സാഹിബ്, മൗലവി ജലാലുദ്ദീൻ സാഹിബ് കമർ, സയ്യദ് വലിയുള്ള ഷാ സാഹിബ്, ഹക്കീം മുഹമ്മദ് ഇബ്രാഹിം സാഹിബ്, മൗലവി മുഹമ്മദ് ഇനായത്തുള്ള സാഹിബ് എന്നിവർ ഉൾപ്പെട്ടിരുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ റഈസു തബ്ലീഗ് ഷേഖ് മുബാറക് അഹമ്മദ് സാഹിബും ഉണ്ടായിരുന്നു. ഒരു ദീർഘകാലം ഇദ്ദേഹത്തിന് കെനിയ, സുറിയാനോ, ഘാനയിൽ ഇറാനിൽ മുബല്ലിഗായി ജോലി ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. പിന്നീട് അതിനുശേഷം കേന്ദ്ര ഓഫീസിൽ അഞ്ജുമൻ തെഹ്രീക്കെ ജദീദിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് വസിയത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു വേണ്ടി കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഹസ്രത്ത് മൗലവി സാഹിബും അതിന്റെ മെമ്പറായിരുന്നു. അദ്ദേഹം അറബിയിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ഏകദേശം 11 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം 2 വിവാഹം കഴിച്ചിരുന്നു. ആദ്യത്തേത് ചൌധരി മുഹമ്മദ്ദീൻ സാഹിബിന്റെ മകളുമായി സിയാൽകോട്ടുകാരിയായിരുന്നു. രണ്ടാമത്തെ വിവാഹം ഇദ്ദേഹത്തിന്റേത് മൗറീഷ്യസിൽ വെച്ച് നടന്നു. ഇദ്ദേഹം കുട്ടിക്കാലത്തെ ദുആ സ്വീകാര്യതയുടെ ഒരു സംഭവം കേൾപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രായം അന്ന് 10-12 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് കഠിന രോഗിയായി. രക്ഷപ്പെടുമെന്ന ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. മാതാവ് മരിച്ചുപോകും എന്ന ചിന്ത കൊണ്ട് പറയുന്നു, എന്റെ ഹൃദയം മരവിച്ചുപോയി. ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ പ്രായത്തിൽ മാതാവിന്റെ തണലിൽ നിന്നും എന്നെ അകറ്റുകയാണോ? പറയുന്നു, ഏതാനും മിനിറ്റുകൾ മാത്രം കഴിഞ്ഞപ്പോൾ പിതാവ് വീട്ടിൽ നിന്നും ഇറങ്ങി എന്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടു. വന്ന ഉടനെ പറഞ്ഞു, ഫസൽ ഇലാഹി, നിന്റെ ഉമ്മ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇദ്ദേഹം ഫലസ്തീനിലും കബാബീറിലും ഉണ്ടായിരുന്നു. ഷെരീഫ് ഓദെ സാഹിബി എഴുതുന്നു, അദ്ദേഹം ഫലസ്തീനിൽ 1968 മുതൽ 70 വരെയും 77 മുതൽ 81 വരെയും കബാബീറിൽ താമസിക്കുമ്പോൾ തബ്ലീഗിന്റെയും തർബിയത്തിന്റെയും ജോലി വളരെ പരിശ്രമത്തോടും താല്പര്യത്തോടും കൂടി ചെയ്യുമായിരുന്നു. ആളുകളുടെ വീടുകളിൽ പോയി ദീനിന്റെയും തഫ്സീറെ ഖുറാന്റെയും ദർസ് നൽകുമായിരുന്നു. അഹമ്മദിയ സ്കൂൾ കബാബീറിന്റെ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ മെച്ചപ്പെടുത്തി. അതുപോലെ തന്നെ വളരെയധികം തബ്ലീഗ് പര്യടനങ്ങൾ നടത്തുമായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പോയി ജമാഅത്തിന്റെ ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പറയുന്നു, ഞാൻ ചെറുപ്പമായിരുന്നു. ഇദ്ദേഹത്തോടൊപ്പം തബ്ലീഗി പര്യടനങ്ങളിൽ പോകുമായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. മർഹൂം വളരെയധികം അധ്വാനിക്കുന്ന ദീനീ സേവനം ചെയ്യുന്നതിന്റെ നല്ല മാതൃകയായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇൽഹാം അൻത ഷൈഖുൽ മസീഹുല്ലദി ലാ യുളാഉ വഖ്തഹു എന്നതിനെ എപ്പോഴും മുന്നിൽ വെക്കുമായിരുന്നു. ഒരിക്കലും തന്റെ സമയം പാഴാക്കുമായിരുന്നില്ല.
അവിടെ അദ്ദേഹം അൽ ബുഷ്ര എന്ന പേരിൽ ഒരു മാസികയും പ്രസിദ്ധീകരിച്ചു. സ്വയം ഇതിന്റെ ജോലികൾ ചെയ്യുമായിരുന്നു. സ്വയം ഇതിന്റെ കമ്പോസിംഗ് ചെയ്യുക, എഴുതുക, പ്രസിദ്ധീകരിക്കുക എല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. കബാബീറിലെ പള്ളി അതിന്റെ തുടക്കവും ഇദ്ദേഹമാണ് ആരംഭിച്ചത്. ശിലാസ്ഥാപനവും ഇദ്ദേഹമാണ് നടത്തിയത്. ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, 1940 അദ്ദേഹത്തിന്റെ പിതാവ് കറം ഇലാഹി സാഹിബ് റിട്ടയർ ആയപ്പോൾ വീട്ടിൽ വലിയ ഞെരുക്കം നേരിടേണ്ടതായി വന്നു. ഏതുവരെ എന്നാൽ മദ്രസ അഹമ്മദിയയിലെ ഫീസ് പോലും കൊടുക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹം അവിടെ കാദിയാനിൽ പഠിക്കുകയായിരുന്നു. ഒരു ദിവസം പ്രിൻസിപ്പൽ സാഹിബിൽ നിന്നും നോട്ടീസ് ലഭിച്ചു, 7 ദിവസത്തിനകം മദ്രസ അഹമ്മദിയയുടെ ഫീസ് അടക്കണം, അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം മദ്രസയിൽ പോകുന്നത് ഉപേക്ഷിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം ഹദ്റത്ത് മിർസ നാസിർ അഹമ്മദ് സാഹിബ് ഖലീഫത്തുൽ മസീഹ് സാലിസ് വിളിപ്പിച്ചു. എന്തുകൊണ്ടാണ് മദ്രസയിൽ വരാത്തത്? ഫീസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ലജ്ജ കാരണമാണ് വരാതിരുന്നത്. ഹദ്റത്ത് മിർസ നാസിർ അഹമ്മദ് സാഹിബ് പറഞ്ഞു, ഫീസിനുള്ള സംവിധാനം ഞാൻ ഒരുക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സദക്ക ഞാൻ വാങ്ങുകയില്ല, നല്ല കടം എനിക്ക് നൽകിയാലും. അങ്ങനെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തുടർന്നു. എന്നാൽ 1940 മുതൽ 42 വരെ അവസ്ഥ അങ്ങേയറ്റം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. പട്ടിണി കിടക്കേണ്ടതായി ഉള്ള അവസ്ഥകളുണ്ടായി. പറയുന്നു, ഒരു പ്രാവശ്യത്തെ അവസ്ഥ ഇതായിരുന്നു, 56 മണിക്കൂർ വരെ ഒന്നും കഴിക്കാൻ ലഭിച്ചില്ല. എന്നാൽ ആരോടും ഈ കാര്യം പറഞ്ഞില്ല. 56 മണിക്കൂറിന് ശേഷം ഒരു സുഹൃത്ത് പറഞ്ഞു, വരൂ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ 56 മണിക്കൂറിന് ശേഷം ഒരു റൊട്ടി അള്ളാഹു അദ്ദേഹത്തെ കൊണ്ട് കഴിപ്പിച്ചു. പിന്നീട് ഈ ഒരു റൊട്ടി കഴിച്ചതിനു ശേഷം 48 മണിക്കൂർ പട്ടിണി കിടന്നു. പറയുന്നു, ഈ പട്ടിണി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ട്രെയിനിങ് ആയിരുന്നു. തബ്ലീഗിന്റെ ബുദ്ധിമുട്ടുകളിൽ എനിക്ക് ഇത് പലപ്പോഴും പ്രയോജനപ്പെട്ടു. തബ്ലീഗിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു. ആഫ്രിക്കയിൽ സുഹൃത്തുക്കളോടൊപ്പം തബ്ലീഗ് യാത്രകൾ പോകുമായിരുന്നു. അപ്പോൾ പട്ടിണി കിടക്കേണ്ടതായി വരുമായിരുന്നു. ചിലപ്പോൾ നല്ല ഭക്ഷണം ലഭിക്കുമായിരുന്നു, ലഭിക്കുന്നത് കഴിക്കുമായിരുന്നു. ഒരിക്കലും തന്നെ ഞങ്ങൾ ദീനിന് വലിയ സേവനം ചെയ്യുകയാണെന്ന ചിന്ത ഉണ്ടായിരുന്നില്ല. ഈ കാര്യം ഇന്നത്തെ വാഖ്ഫിനെ സിന്ദഗികൾ മുന്നിൽ വെക്കേണ്ടതാണ്. ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അവസ്ഥകൾ ഒരുപാട് മെച്ചപ്പെട്ടതാണ്. ആർക്കെങ്കിലും പട്ടിണി കിടക്കേണ്ടതായി വരുന്ന അവസ്ഥകളൊന്നും ഉണ്ടാകാറില്ല. അദ്ദേഹം മുഴുവൻ ജീവിതവും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. മെട്രിക്കിന് ശേഷം വഖഫ് ചെയ്തു. തന്റെ അവസാന ശ്വാസം വരെ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതാണെന്ന് പ്രതിജ്ഞ പൂർത്തിയാക്കി. ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടി എഴുതി, ഉപ്പാപ്പ തബ്ലീഗിന്റെ മേഖലയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതായ അവസ്ഥകളെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, തബ്ലീഗിനായി പോകുമ്പോൾ രാവിലെ 2 റൊട്ടികൾ ഉണ്ടാക്കും. ഒന്ന് രാവിലെ കഴിക്കും, മറ്റൊന്ന് കൂടെ കൊണ്ടുപോകും. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ചായയോ വെള്ളമോ കൂട്ടി കഴിക്കും. ആഫ്രിക്കയിൽ താമസിച്ചപ്പോൾ ഈ കാര്യം അവിടുത്തെ ആളുകളും സാക്ഷ്യപ്പെടുത്തി. ഇങ്ങനെ 2 റൊട്ടി ഉണ്ടാക്കി തബ്ലീഗിനായി പുറപ്പെട്ടു പോകുമായിരുന്നു. സുറിനാമിലെ മുബല്ലിഗ് എഴുതുന്നു, 1970 മുതൽ 72 വരെ ഇദ്ദേഹത്തിന് മുബല്ലിഗ് സിൽസില ഗ്യാനയായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. സുറിനാമിൽ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. 1971 ഏപ്രിൽ 25 ജമാഅത്തിന്റെ ആദ്യത്തെ പള്ളി ഉദ്ഘാടനം ചെയ്യാനുള്ള ചരിത്രപ്രധാനമായ ഭാഗ്യം സിദ്ധിച്ചു. അദ്ദേഹം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ വളരെ ക്ഷമയോടും ധൈര്യത്തോടും കൂടി ഇവിടെ സമയം ചിലവഴിച്ചു. ഗൈർ മുബായിങ്ങളുടെ എതിർപ്പിനെ കൂടാതെ അന്നവിടെ ഗൈർ മുബായിൻ വളരെയധികം ഉണ്ടായിരുന്നു. അതുകൂടാതെ ജമാഅത്തിനകത്ത് ഖാജ ഇസ്മായിലിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. പള്ളിയുടെ സ്ഥലം ജമാഅത്തിന്റെ പേരിൽ ആകാതിരിക്കാൻ എല്ലാവിധത്തിലും പരിശ്രമിച്ചു. എന്നാൽ അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി ഈ ബുദ്ധിമുട്ടുകളെ നേരിട്ടു. വളരെ സ്ഥിരചിത്തതയോടുകൂടി ജമാഅത്തിൻ സേവനങ്ങളിൽ മുഴുകി. സത്യസന്ദേശം എത്തിക്കുന്നതോടൊപ്പം കേന്ദ്രത്തിനും ജമാഅത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് അറിവ് നൽകി. പിന്നീട് അദ്ദേഹം 1972 ഖലീഫത്തുൽ മസീഹ് സാലിസിന് എഴുതി, സുറിനാമോയിൽ പള്ളി കൊണ്ടും മിഷൻ ഹൌസ് കൊണ്ടും ജമാഅത്തിന് ഒരു കേന്ദ്രം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഗ്യാനയിൽ ഇപ്പോൾ ഒരു കേന്ദ്രവും ഇല്ല. അവർക്ക് കേന്ദ്രം ഇല്ല. 12 വർഷമായി അവിടെ മുബല്ലിഗുണ്ട്. അതുകൊണ്ട് അവിടെയും പള്ളി ഉണ്ടാക്കണം എന്ന് എന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ട്. മൗറീഷ്യസിൽ നിന്നിട്ടുണ്ട്.
അവിടുത്തെ മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അവിടെ നിശ്ചയിച്ചത്. 1954 ബഹുമാനപ്പെട്ട ബഷീറുദ്ദീൻ ഉബൈദുള്ള സാഹിബിന്റെ വാക്കുകൾ കേൾക്കാൻ ചില ആളുകൾ തയ്യാറാകാതിരുന്നപ്പോൾ ജമാഅത്ത് അവിടെ രണ്ടു വിഭാഗമായി പിരിഞ്ഞു. ഈ ഒരു വിഭാഗം അനുസരണത്തിൽ നിന്ന് പുറത്തുപോകാൻ തുടങ്ങി. അവർ തങ്ങളുടേതായ മറ്റൊരു അസോസിയേഷൻ ആരംഭിച്ചു. അപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി, ഇദ്ദേഹം ഫലസ്തീനിലായിരുന്നു, സന്ദേശം അയച്ചു എത്രയും പെട്ടെന്ന് മൗറീഷ്യസിലെത്തുക. അദ്ദേഹം മൗറീഷ്യസിലെത്തി അദ്ദേഹത്തിനെതിരിൽ ഇമിഗ്രേഷനിൽ പരാതി നൽകി. എന്നാൽ ഇദ്ദേഹത്തിന്റെ പക്കൽ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭരണാധികാരികൾക്ക് ഇദ്ദേഹത്തെ രാജ്യത്ത് പ്രവേശിപ്പിക്കാൻ അനുവാദം നൽകേണ്ടതായി വന്നു. അദ്ദേഹം വളരെ യുക്തിപൂർവം അവസ്ഥകൾ പരിശോധിച്ചു. പിന്നീട് പള്ളി മുർത്തദീങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ യുക്തിപൂർവം പള്ളിയിൽ പോയി അവിടെ നമസ്കരിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് മെല്ലെ മെല്ലെ ബൈഅത്ത് ചെയ്തിരുന്ന ജമാഅത്തിനെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. ഈ കാലത്ത് മൗറീഷ്യസിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വിവാഹം നടന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വെച്ച് അദ്ദേഹം ഫ്രഞ്ചിൽ ചില പുസ്തകങ്ങളും എഴുതി. ഇദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിനെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും പുതുതായ നിലയിൽ ഒരു കൈയിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. ജുമാക്ക് പോകുന്നതിനും മസ്ജിദ് മുബാറക്കിൽ ജുമാ നമസ്കരിക്കാനും ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതൊരാളോടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കാറിൽ കൊണ്ടുപോകണം എന്ന്. വാർദ്ധക്യത്തിലും അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ കാത്തിരിക്കേണ്ടി വരരുത് എന്ന ചിന്ത കാരണം വീടിന്റെ മുമ്പിൽ കസേരയിട്ടിരിക്കുമായിരുന്നു. അദ്ദേഹം വന്നാൽ ഉടനെ തന്നെ കാറിൽ കയറി അദ്ദേഹത്തോടൊപ്പം പോകുന്നതിന് വേണ്ടി ദരിദ്രരെ സഹായിക്കുമായിരുന്നു. അദ്ദേഹത്തിന് എത്രത്തോളം സാധിക്കുമായിരുന്നോ. ഒരിക്കൽ ഒരു ദരിദ്രൻ എഴുതി, താങ്കൾ എന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾ എനിക്ക് അയച്ചു തരുന്നു. ഇപ്രാവശ്യം അവന് അല്പം കൂടുതൽ തുകയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മണി ഓർഡർ ആയിക്കൊണ്ട് കൂടുതൽ തുക അയച്ചാലും. വീട്ടിൽ ആരോടും പറഞ്ഞിരുന്നില്ല. അവിചാരിതമായി അദ്ദേഹത്തിന്റെ മരുമകൾക്ക് കത്ത് കിട്ടി. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. നിശബ്ദനായി ഈ ദരിദ്രരെ സഹായിക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരുമകൾ പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തബ്ലീഗിന്റെ ഏതെങ്കിലും ഒരു സംഭവം കേൾപ്പിച്ചാലും. പറയുന്നു, ഞാൻ നിനക്ക് ഇന്നൊരു സംഭവം കേൾപ്പിക്കാൻ. പറയുന്നു, എന്റെ രീതി ഇതായിരുന്നു. എല്ലാ ദിവസവും സുബൈ നമസ്കാരത്തിന് ശേഷം അല്പം ഇരുട്ടുള്ളപ്പോൾ ഞാൻ തബ്ലീഗിനായി ഇറങ്ങി പുറപ്പെടും. എന്നിട്ട് വൈകുന്നേരം തിരിച്ചുവരും. ഒരിക്കൽ ഞാൻ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ആളുകൾ എന്റെ വീടിനു ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞാൻ പരവശനായി, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഇവർ എന്തിനു വേണ്ടിയാണ് എന്നെ കാത്തിരിക്കുന്നത്? അപ്പോൾ ദൂരെ നിന്ന് തന്നെ അവർ പറയാൻ തുടങ്ങി, മൗലാന സാഹിബ് മുബാറക്. ഞാൻ ചോദിച്ചു, എന്ത് കാര്യത്തിനാണ് മുബാറക്? ആളുകൾ പറഞ്ഞു, ഇന്ന് രാവിലെ താങ്കൾ പോയപ്പോൾ ഒരു സിംഹവും താങ്കളും ഒരുമിച്ചാണ് നടന്നിരുന്നത്. സിംഹം ഒന്നുകിൽ താങ്കളുടെ മുമ്പിൽ നടക്കുന്നുണ്ടായിരുന്നു, താങ്കൾ മുന്നിൽ നടക്കുമ്പോൾ സിംഹം താങ്കളുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു താങ്കളെ സുരക്ഷിതനാക്കി വെച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ താങ്കൾക്ക് മുബാറക് ബാദി നൽകുന്നത്. ഒരുപാട് ആളുകൾ കാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഈ കാര്യം കണ്ടു. വലിയ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളായിരുന്നു, കൂടുതലായി നമസ്കരിക്കുന്ന ആളായിരുന്നു. ഒരുപാട് മുബല്ലിഗീങ്ങളും മറ്റുള്ളവരും ഇദ്ദേഹത്തിന്റെ അവസ്ഥകൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇദ്ദേഹം വളരെയധികം തവക്കൽ ചെയ്യുന്ന, ധൈര്യവാനായ, ക്ഷമാശീലമുള്ള, ദീനിന്റെ വേദനയുള്ള, ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്ന മനുഷ്യനായിരുന്നു. ഈ വിവരിക്കപ്പെട്ട ഏതാനും സംഭവങ്ങളിൽ യാതൊരു അതിശയോക്തിയും ഇല്ല. ഖിലാഫത്തുമായും ഇദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ബന്ധമായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ, ഇദ്ദേഹത്തിന്റെ മക്കളെയും നന്മകളിൽ നിലനിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.